ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ശ്രീ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പറമ്പിലുണ്ടായതാണ് കേട്ടോ. ഞാനൊരു വീഡിയോസ് ഇട്ടായിരുന്നു, നമ്മുടെ പറമ്പിലുണ്ടായിട്ട് പൊട്ടിച്ചതിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. അപ്പോൾ നമുക്കിന്ന് കുമ്പളങ്ങ വറുത്തരച്ച് കറി വയ്ക്കാം. നമുക്കൊരു ചിക്കൻ കറി വയ്ക്കുന്ന പോലെ വയ്ക്കാം. കാരണം നോമ്പുകാരായതുകൊണ്ട് നമ്മൾ നോമ്പെടുത്തേക്കുന്നതുകൊണ്ട് നമ്മൾ പച്ചക്കറിയാണല്ലോ. അപ്പോൾ നമുക്ക് ചിക്കനൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നമുക്ക് ചിക്കൻ കറി പോലെ തന്നെ നമുക്ക് കുമ്പളങ്ങ വയ്ക്കാം. ഓക്കെ, നമ്മൾ കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതിലേക്ക് ഉപ്പ് ചേർത്ത് വെച്ചേക്കുകയാണ്. അതിൽ വെള്ളം പോവാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ അരിപ്പപ്പാത്രത്തിൽ വെച്ച കുമ്പളങ്ങയുടെ നീര് പോകും. അപ്പോൾ നമുക്ക് കറി വയ്ക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാകും. നമ്മൾ അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം വറുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ചെറിയ വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പില നന്നായി ഫ്രൈ ചെയ്യുക. അതിന് ശേഷം ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ചട്ടി വെച്ചു, എണ്ണ ചൂടായി. നമുക്കിനി കുമ്പളങ്ങ അതിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഒരു സൈഡിൽ കുമ്പളങ്ങ റെഡി ആകണു. അപ്പോൾ നമ്മൾ ഈ അപ്പുറത്തെ അടുപ്പിൽ തന്നെ നമ്മൾ അരപ്പിനുള്ളതും ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ചെറുതായി നുറുക്കിയ ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ട് നന്നായി ഇളക്കുക. കുമ്പളങ്ങയിൽ വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് റെഡിയായി. കുമ്പളങ്ങ അരപ്പൊക്കെ ചേർത്ത് നന്നായി തിളച്ച് അതിലേക്ക് അരപ്പും എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ട സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കുമ്പളങ്ങ മസാലക്കറി റെഡിയായി. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.